ഈ പണ്ട് നമ്മുടെ ഒരു ഹാസ്യ സാഹിത്യകാരനുണ്ടായിരുന്നു, അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും, തോമസ് പാല. തോമസ് പാല അദ്ദേഹം ഒരുപാട് പള്ളിക്കൂടം കഥകൾ എഴുതിയ ആളാണ്. എന്നടി കാമാച്ചി എന്ന് പറഞ്ഞ പുസ്തകം, ഇതെല്ലാം മംഗളം വാരികയിൽ ഖണ്ഡശം വന്ന മനോരമയിലും ഒക്കെ ആയിട്ട്, എന്നിട്ട് ഇത് പുസ്തകമാക്കി. ആ പുസ്തകങ്ങൾക്കെല്ലാം ഇപ്പോഴും ഒരു ഇപ്പൊ വായിച്ചാലും നമ്മൾ മനോരമ വീക്കിലൊക്കെ എഴുതിക്കൊണ്ട് തോമസ് പാല ഹാസ്യ നാടകം എഴുതിയിട്ടുള്ള ആളാണ്. തോമസ് പാലയാണ്, ഭരണങ്ങാനത്ത് തിരുവല്ലയാണ്. അദ്ദേഹം നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്, ജെ ഫിലിപ്പോസ്. അപ്പോൾ തോമസ് പാല എഴുതുന്നത് വളരെ ലഘുവായിട്ടുള്ള ഫലിതങ്ങളാണ്. അതിലൊരു ഫലിതമുണ്ട്, അതിൽ അടിയെന്നടി കാമാച്ചി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ഫലിതമുണ്ട്. അത് ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം പത്രത്തിൽ വാർത്തയായിട്ട് വരും. ഇപ്പോൾ നാട്ടിലെ ഒരു പ്രമുഖനെതിരെ വാർത്ത വരുമ്പോൾ ഇത് ചായക്കടയിൽ നിന്ന് ചർച്ചയാകുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, ആ വാർത്ത എല്ലാം കൊണ്ട് നമ്മുടെ പത്രത്തിൽ വരികയാണ്, ആ പത്രവും കൊണ്ട് വരുന്നവനെ പിടിച്ച് നമുക്ക് 4 അടി കൊടുത്താൽ മതി, അത് വാർത്ത വരും. പത്രം ഇടാൻ വൈകുന്ന പയ്യനെ പിടിച്ച് 4 അടി കൊടുത്ത് മേലാൽ വാർത്ത ഇട്ടേക്കെന്ന് പറഞ്ഞാൽ മതി, ആ വാർത്ത എവിടെ നിൽക്കും എന്നാണ്. ഇത് അതിന് സമാനമായ കാര്യമാണ് ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിച്ചത്. അതായത് ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നതിന് ഈ ED ഉദ്യോഗസ്ഥരെയും കൊണ്ട് വന്ന കാറിന്റെ ഡ്രൈവറെ അടിക്കുന്നു, അയാളുടെ വണ്ടി അടിച്ചു പൊട്ടിച്ചു. ഇതാണ് തോമസ് പാല മുൻകൂട്ടി എഴുതിയ ഒരു സാധനമാണ്. പത്രത്തിൽ വാർത്ത ഇടുന്നതിന് പത്രം കൊണ്ട് വരുന്ന പയ്യനെ പിടിച്ച് അടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ED ഉദ്യോഗസ്ഥരെയും കൊണ്ടുവന്ന കാർ അവർ വാടകയ്ക്ക് ഓട്ടം വിളിച്ചാൽ കൊച്ചു വെളുപ്പാൻ കാലത്തെ ഈ കാറും എടുത്ത് വന്ന് ഇവിടെ കിടന്ന് കാത്ത് കെട്ടിക്കിടന്ന് ഉച്ചയ്ക്ക് 2 മണി അവിടെയാണ്. അവർക്ക് പിന്നെ അതൊരു വിഷയമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ആരുടെ വണ്ടി തല്ലി പൊട്ടിച്ചാലും CITU-കാരാണോ CPM പിന്നെ കോൺഗ്രസ്സുകാരാണോ അതൊരു വിഷയമില്ല. അവർക്ക് ഈ വർഗശത്രുവിനെയും കൊണ്ടുവന്ന അവരെല്ലാം ശത്രുക്കൾ. അത്രേ ഉള്ളൂ. ഇപ്പം TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുമ്പോഴും TPയുടെ അതായത് ഈ രമയുടെ അച്ഛൻ അപ്പോഴും CPM-ലാണ്. അപ്പോൾ അയാളുടെ മകളുടെ ഭർത്താവാണ് എന്ന് ഓർത്തോണം. എന്നാൽ ഒരു നിമിഷം അവർക്ക് ചിന്തിക്കാം, അല്ലെ അയാളോട് പറയാം, നിങ്ങളുടെ ഈ മരുമകൻ്റെ പോക്ക് ശരിയല്ല, ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത് എന്ന് വേണമെങ്കിൽ ഒരു ഭീഷണിയെങ്കിലും മുഴക്കാം. ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ എന്ത് ചെയ്യുന്നു, അയാളെ 51 വെട്ടി കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്നലെ വന്ന 3 വാഹനങ്ങളിൽ 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർ CITU അംഗത്വം ഉള്ളവരാണ്. CITU പ്രവർത്തകർ എന്ന് പറയാൻ കഴിയില്ല, ഇവർ CITU യൂണിയനിൽപ്പെട്ടവരായിരിക്കും. കാരണം അവർ നേതാക്കൾ അല്ലെങ്കിൽ വലിയ പ്രവർത്തകരൊന്നും ആയിരിക്കില്ല, മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും സ്വന്തം പ്രസ്ഥാനക്കാരനാണല്ലോ. എങ്ങനെ പോയാലും ആ ഒരു വാഹനത്തിന് ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പണി വരും. കാരണം എല്ലാ ചില്ലുകളും തകർത്തിരിക്കുകയാണ്, 1ഉം 2ഉം അല്ല, എല്ലാ ചില്ലുകളും തകർത്തിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എങ്ങനെ കിട്ടും എന്നുള്ള, ചില്ലിന് ഇൻഷുറൻസ് കിട്ടുമോ എനിക്കറിഞ്ഞുകൂടാ, സംശയമാണ്. അതുപോലെ ഈ ആൾക്കൂട്ട ആക്രമണത്തിന് ഇൻഷുറൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇത് വേറെ പ്രശ്നമുള്ളത്, ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ. ഇത് വണ്ടി തിരികെ കിട്ടുന്നവരെ ഇവരെങ്ങനെ ജീവിക്കും? ഡ്രൈവർമാർ വണ്ടിയോട് ജീവിക്കുന്നവരാണ്. അതെ, ഇതിനെല്ലാം മകസർ എഴുതി കോടതിയിൽ ഹാജരാക്കി ഇതിൻ്റെ കണക്കെല്ലാം എടുത്ത് എന്നിട്ട് വേണം GD ഒക്കെ ഇട്ടിട്ട് ഇൻഷുറൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കിട്ടുമോ ഇല്ലയോ. ഇല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഈ വാഹനം നന്നാക്കി എടുക്കാനായിട്ട് ഈ ഡ്രൈവർമാർ. അയാളുടെ ശ്യാമെന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ട്, അയാളുടെ കയ്യിലും കണ്ണിലും പരിക്കേറ്റു, ചില്ല് തെറിച്ച് പരിക്കേറ്റു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ അക്രമ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണണം. ഇങ്ങനെ വന്ന് മരക്കമ്പൊക്കെ വെച്ച് അങ്ങ് കുത്തി പൊട്ടിക്കുകയാണ്. ഈ നമ്മൾ പശ്ചിമ ബംഗാളിൽ മമതയുടെ കാലത്ത് അവിടെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് എപ്പോഴും ഇവർ പറയാറുള്ളത് വികാരജനമായിട്ട്. അതിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവരിവിടെ കാണിച്ചിട്ടുള്ളത്. അത് പക്ക ഗുണ്ടായുസമാണ് കാണിക്കുന്നത്. അതായത് ഈ കല്ലും കട്ടയെല്ലാം ഇവർ നേരത്തെ തന്നെ ഈ പാളയത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചാണ്. ഇവർ നേരത്തെ ഇവർ അക്രമം ആസൂത്രണം ചെയ്തത്. ഇന്നിപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, കേന്ദ്ര ED ഇന്ന് കൊടുത്തിരിക്കുന്ന പരാതി, ഇന്ന് EDയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ അവർ പറയുന്നത് ഇത് ആസൂത്രിതമായി നടന്ന ആസൂത്രിതമാണ്. അക്കാര്യത്തിൽ ആരും സംശയമില്ല. ആസൂത്രിതമായി ഇത്ര ആളെ വിളിച്ചു കൂട്ടുക, ഇതിന് ആക്രമിക്കാൻ ചെല്ലുക, ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണമൊക്കെ നടത്തണമെങ്കിൽ സാധാരണ പ്രവർത്തകരെ കൊണ്ട് സാധിക്കില്ല. ഈ തീവ്രവാദ ബന്ധമുള്ള അതിന് പരിശീലനം ലഭിച്ച ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ നടത്താനൊക്കെ ഉള്ള ഈ ബോംബാക്രമണം വെടിവെപ്പൊന്നും അല്ലെങ്കിൽ പോലും ഇത്തരത്തിൻ്റെ ആൾക്കൂട്ടത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നല്ല പരിശീലനം കിട്ടിയ ഈ തീവ്രവാദ ബന്ധമുള്ള ആളുകളുണ്ടാവും. അവർ തന്നെ വിളിച്ചു വരുത്തിക്കാണ് ഇവർ. അതായത് മോബ് സൈക്കോളജി അവർ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യും. അതായത് ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ആരുടെയും കയ്യിൽ നിൽക്കില്ല. പിന്നെ പോലീസും ഈ CPM നേതാക്കളും പോലീസും രണ്ടും ഒരു കൂട്ടരായതുകൊണ്ട്
അവർ തമ്മിലുള്ള ഒരു ധാരണയ്ക്കകത്തും ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് അതിനകത്തെ ഒരു വിഷയം. അതുപോട്ടെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPM-ന്റെ ആക്രമണത്തിൽ വഴിയാധാരമായത് അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർക്കത് ബാധകമല്ല. അവർക്ക് പിണറായിയുടെ മോളെ ജയിലിൽ പോകാൻ നോക്കുക മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള കാരണം ഈ ഒരൊറ്റ ആളിന് വേണ്ടിയാണല്ലോ ഈ ഖജനാവിൽ നിന്ന് 1.25 കോടി രൂപ ചിലവാക്കിയത്. ബാക്കിയുള്ള ആക്രമണങ്ങൾ നടക്കുന്നതും വക്കീലിന് പൈസ കൊടുക്കുന്നതും എല്ലാം തന്നെ ഒരാളിന് വേണ്ടിയല്ലേ. അപ്പോൾ പാവങ്ങളാരത്തിന് ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പോലീസ് പിടിച്ചോണ്ട് ജാമ്യത്തിൽ ഇറങ്ങി അവർ പൈസ കൊടുക്കും? ഒന്നുമില്ല. പക്ഷേ ഇന്നലെ വൈകിട്ടത്തോടെ CPM ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ എന്ന് പെട്ടിരിക്കുന്ന വലിയ ഊരാക്കുടുക്കില്ല. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത്. 1 ജനങ്ങളില്ല, 2 അന്വേഷണം വരും, 3 പിണറായി വിജയൻ്റെ മകൾ അകത്തു പോകും. അങ്ങനെയൊക്കെയുള്ള നഗ്ന സത്യങ്ങൾ ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല CPM പ്രതിരോധത്തിലേക്ക് മാറിയിരിക്കുക. മാത്രമല്ല ഇന്നലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ ബോഡി ലാംഗ്വേജിൽ ഒരു വിനയം വന്നിട്ടുണ്ട്. അല്പം കണ്ടായിരുന്നോ? ആദ്യം ഇവരെന്താ പറഞ്ഞേ, ഞങ്ങളുടെ അണികളെ തരില്ല, ഞങ്ങളുടെ പ്രവർത്തകരെ ഒരു കാരണം ഓഫീസ് കയറാൻ അനുവദിക്കില്ല, വിട്ടുതരില്ല, ഞങ്ങൾ തരില്ല. അപ്പോൾ ഇവരുടെ പ്രതിഷേധത്തിനിടെയാണ് ഈ പ്രകടനം നടന്നതും ഈ ആക്രമണം നടന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവർക്ക് ഇത് ഞങ്ങളുടെ ആളല്ല എന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല ഈ പ്രതികരണത്തിലുള്ളവരുടെ കൂട്ടത്തിൽ ഇവരാരും ഇല്ല. ശിവൻകുട്ടിയുടെയോ അല്ലെങ്കിൽ കടമ്പള്ളി സുരേന്ദ്രൻ്റെയോ MV ഗോവിന്ദനും എല്ലാം അവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ആക്രമണം നടക്കുന്നത്. എന്നിട്ട് അവരാരും പേര് പ്രതിപട്ടികയിലില്ല. അപ്പോൾ മാത്രമല്ല ഇത്രയും മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിട്ട് ഈ അക്രമം നിയന്ത്രിക്കാൻ അവരാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും മാത്രം ഇടയ്ക്ക് ഒരു ആഹ്വാനം നടത്തുന്നുണ്ട്. അത് ആരും കേട്ടും കാണില്ല. അത് ശക്തമായിട്ട് ആ മുതിർന്ന നേതാക്കൾ ഇറങ്ങി അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഒറ്റ ഒരുത്തം തൊട്ട് പോകരുത്, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം, പിരിഞ്ഞു പോയതിന് ശേഷമേ അവരെ ഇറക്കി വിടാൻ ഇവർ മുന്നിട്ട് നിൽക്കണമായിരുന്നുള്ളൂ. പക്ഷേ ഇവരവിടെ കാണിച്ചു കൂട്ടിയ പരിപാടി ഇത് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി ഇവർ കണ്ണടച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഈ ആക്രമണം എല്ലാം നടത്തിയ ശേഷവും വലിയ ചീറി നിന്ന ജോയിയൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ അങ്ങ് തണുത്ത്. ഈ ജോയിയെ പോലെ ഉള്ള നേതാക്കന്മാർ ചീറി നിൽക്കുക. കേന്ദ്രത്തിലും ഭരണമില്ലല്ലോ. അതെ, അവരുടെ കേന്ദ്രത്തിൻ്റെ ഒരുപാട് സേനാ വിഭാഗങ്ങളുണ്ട്. അവർക്ക് ഇവന്മാരൊക്കെ പിടിച്ചാത്ര ആളെ ഒരുപാട് വകുപ്പുണ്ട്. കാരണം മാത്രമല്ല ഇവർ ഇന്നലെ ചെയ്ത കല്ലേറും ഇതൊന്നും മാത്രമല്ലല്ലോ, ഇവരുടെ പലരുടെയും വേറെ ഒരുപാട് സ്വകാര്യ കാര്യങ്ങളുണ്ടല്ലോ. ഇവരുടെ സമ്പാദ്യങ്ങൾ, ഇവരുടെ ആവിധ സമ്പാദ്യങ്ങൾ, ഇതൊക്കെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. മക്കളെ വിദേശ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം മനസ്സിലേക്കാണ്. അവത്താവല്ലോ വെളിയിൽ വിദേശത്ത് ബിസിനസ് നടത്തി സ്വകാര്യ കോച്ചടിച്ച് കിടക്കുന്ന മക്കളെയൊക്കെ തിരിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ജയിലിൽ ഇടുമെന്നൊക്കെ പേടി തോന്നിക്കാണ് അവർക്ക്. അപ്പോൾ ഈ വാഹനങ്ങളുടെ നേരെ ആക്രമണം നടക്കുകയും ED ഉദ്യോഗസ്ഥർക്ക് പരുക്ക് പറ്റുകയും ചെയ്തപ്പോഴാണ് ഇവർ മനസ്സിലാകുന്നത് കൈവിട്ടുപോയി, കളി കൈവിട്ടുപോയി, ഇനി എന്താണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് അകത്ത് പോയതാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചിരിക്കുന്നത്, അല്ലാതെ കേരളത്തിലെ പോലെ അവർ ഡ്യൂട്ടിയിലാണ്, അവർ കോടതി നിർദ്ദേശപ്രകാരം വന്നവരുമാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇവർക്ക് ഇവിടെ വേണേൽ സമരം ചെയ്യാം, ഞങ്ങളുടെ അണികളെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാം. കോടതികളിൽ ചെന്ന് ഇവർക്ക് പണ്ട് കേരളത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോലം കത്തിച്ചവരല്ലേ? അതെ, അതാണ് വിവരക്കേടെന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും ഇവരുടെ ആ തീവ്രത കൂടിയ ബോഡി ലാംഗ്വേജ് മാറിയിട്ട് ഇവരൊരു അപ്പാവി സ്റ്റൈൽ ബോഡി ലാംഗ്വേജിലേക്ക് മാറ്റം ഉണ്ടായി. എന്താണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് ഇവർക്ക് ഏകദേശം പിടികിട്ടി. അതാണ് സംഭവിച്ചത്. അല്ല, അതാണ് മാത്രം. ഇന്നലെ രാത്രി ചാനൽ ചർച്ചയിൽ ശ്രദ്ധിച്ചായിരുന്നു. എല്ലാ ചാനലുകളും മുതിർന്ന നേതാക്കൾ തന്നെ പോയി. പി ജയരാജനൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ അവരെല്ലാവരും പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. കാരണം അവർക്കൊരു പരിധിക്കപ്പുറം ന്യായീകരിക്കാൻ പറ്റില്ല. എല്ലാവരും അവതാരകർ ചോദിക്കുന്നുണ്ട്, ഇത് പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ കേസാണ്, ഇത് CPM-ആയിട്ട് എന്ത് ബന്ധം? മകളെ വീട്ടിലാണ് ഈ പിണറായി വിജയൻ താമസിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മനഃപൂർവ്വമാണ് മകളെ തൻ്റെ കൂടെ പിണറായി വിജയൻ താമസിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കയറുമ്പോൾ ഒരിക്കലും പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. പാർട്ടിക്കാരവിടെ ചെല്ലുകയേ വേണ്ട. പിണറായി വിജയനെ എന്തെങ്കിലും ചെന്നാൽ എന്തെങ്കിലും ചെയ്താൽ നല്ല. ഇനി ഈ കേസിനകത്ത് പിണറായി വിജയന് പങ്കുണ്ടല്ലോ, ചുമ്മാതല്ലല്ലോ ഈ വീണ വിജയന് ഈ പൈസ വെറുതെ കൊടുക്കും. അല്ല, ED വ്യക്തമായി കഴിഞ്ഞല്ലോ ഇയാൾക്ക് പങ്കുണ്ടോ, ഇയാൾ ഇതിലെ കേസിലെ കക്ഷി തന്നെയാണ്. അതെ, അതിലേക്ക് എത്തിക്കാനുള്ള തെളിവുകൾ മാത്രം കിട്ടിയാൽ മതി. അതായത് തെളിവുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ തെളിവൊന്നും വേണ്ട. അയാൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിക്കുള്ള കോഴ മകളുടെ പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് വാങ്ങി. എല്ലാവരും നോക്കി ഒരുമിച്ചങ്ങ് ഇറങ്ങാന്നാണ്. അതാണ് അവിടെയാണ് ഈ ഒരുമിച്ചിറങ്ങാൻ വന്നതിൽ കുറെ പേര്. ഇപ്പൊ 8 പേരെ ഇന്ന് 3 പേരെ കൂടെ പിടിച്ചു. അങ്ങനെ 8 പേരെ നേതാക്കന്മാരെ പിടിക്കണം. ഈ മുതിർന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഇത് പ്രേരിപ്പിച്ച ഈ മുതിർന്ന നേതാക്കന്മാരെ പിടിക്കണം. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര വിശദീകരണം ആവശ്യപ്പെടണം അവരുടെ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യാനെന്നുള്ളത്. ഈ 300 പേരൊക്കെ കണ്ടറിയാവുന്ന ഒരു പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 50 പേർക്കെതിരെയെങ്കിലും ഈ PDPP ആക്ട് ചുമത്തണം. ജാമ്യമില്ല വകുപ്പിട്ട് ഇവന്മാരെ അകത്തിടുകയും വേണം. ഇവന്മാർ പുറലോകം കാണരുത് കുറച്ച് കാലത്തേക്ക്.
അതാണ് നമ്മൾ പറയേണ്ടത്. ഇതിനെയൊന്നും നമുക്കൊരു പ്രതിഷേധമെന്ന് പറയാൻ പറ്റില്ല, ഒരു ജനകീയ പ്രതിഷേധമല്ല, ഇതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ സംശയിച്ചിരുന്നത് പോലെ തന്നെ പിണറായിക്കിട്ട് പണിയെടുക്കാൻ വേണ്ടി ഈ കുറേ നേതാക്കന്മാർ ചേർന്ന് ഈ പുറത്തുള്ള ഭീകര സംഘടനകളെ ബന്ധമുള്ളവന്മാരെ കൊണ്ടുവന്ന് ചെയ്യിച്ചാണോ എന്ന് ഇപ്പോഴും നമ്മൾ സംശയിക്കേണ്ടത്. അതാണ് എന്താണെങ്കിലും ഈ CPM നേതാക്കളുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ ആ ഒരു സമീപന രീതിയിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. പണി പാളും എന്ന് ഏകദേശം ഉറപ്പായി. ഇപ്പോൾ ശിവൻകുട്ടി അപ്പൂപ്പനൊക്കെ വലിയ മന്ത്രിയായിട്ട് ആഡംബര ജീവിതം നയിച്ചു വന്ന ഇനിയിപ്പോൾ ഒരു ദിവസം ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പം. കാരണം പട്ടുമെത്തയിലും സപ്രപഞ്ചക്കടലിലും AC റൂമിലും നല്ല സുന്ദരം ഫുഡും ഒക്കെ അടിച്ചു മന്ത്രി എന്നുള്ള നിലയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ജയിലിൽ പോയി കൊതുകടി കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇനി അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഭയം. ഇന്നലെ റഹീമൊന്നും ആ വഴിക്കുണ്ടായിരുന്നു. റഹീമിനെ കണ്ടായിരുന്നു? റഹീമിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടില്ല ഇന്നലെ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു കണ്ടില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഊരാക്കുടുക്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് തന്നെ അതൊരു വിഷയമായി. ഇന്നലത്തെ പോലെ അല്ല ഇന്ന് സംഭവങ്ങൾ മാറി മറിയാൻ പോവുകയാണ്. CPM-ന്റെ കൂടുതൽ നേതാക്കൾ ജയിലിലേക്ക് പോകേണ്ടതായും വരും. പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അന്തർധാരയൊന്നും ഇനി ഇല്ല. ആ അന്തർധാരയൊക്കെ അവർ കൈവിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും പിണറായി വിജയന് അത്യാവശ്യം എങ്ങനെയൊക്കെ ഊരിക്കൊണ്ട് പോകാവുന്ന ഒരു വകുപ്പായിരുന്നു. വെറുതെ അണികളെ ഇറക്കി വിട്ട് ചൂടാക്കി കഴിഞ്ഞു.